വയനാട് പനമരത്തെ മനോഹരമായ ഒരു കാഴ്ച കാണാം. കൊറ്റില്ലം. വിദേശങ്ങളിൽ നിന്ന് പ്രജനനത്തിനായി ആയിരക്കണക്കിന് കൊക്കുകളാണ് വയനാട് പനമരത്തെ കബനി നദിക്കരയിലെ ഈ ദ്വീപ് സമൂഹത്തിലെത്തുന്നത്. മരങ്ങളും പക്ഷികളും ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ്. ജൈവ വൈവിധ്യത്തിന്റെ പൂർണ്ണരൂപം ഇവിടെ ആസ്വദിക്കാനാകും. ഇതിനായി ഒരുപാട് സഞ്ചാരികളും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. രക്തം കൊണ്ടു ചുവന്ന കബനി നദിയല്ല, ജൈവസമ്പുഷ്ടിയെ നെഞ്ചോട് ചേർത്ത് പുൽകുന്ന കബനി നദി. ഈ നദിക്കരയിലാണ് വയനാട് പനമരത്തെ കൊറ്റില്ലവും. കൊറ്റില്ലം എന്ന പേരിൽ തന്നെയുണ്ട് കൗതുകവും പ്രത്യേകതയും. വയനാട് പനമരത്തെത്തിയാൽ കൊറ്റില്ലത്തെക്കുറിച്ച് ചോദിക്കണം. നാട്ടുകാർക്ക് 100 നാവാണ് കൊറ്റില്ലത്തെക്കുറിച്ച് പറയാൻ. ഭൂമി മുഴുവൻ ഞങ്ങളുടേതാണെന്നും അതിന് അതിരുകളും ഭാഷയുമൊന്നുമില്ലെന്നും കൊറ്റില്ലത്ത് എത്തുന്ന ആർക്കും തോന്നാം. ദൂരങ്ങൾ താണ്ടി എല്ലാ വർഷവും വിദേശങ്ങളിൽ നിന്നും വയനാട് പനമരത്തേക്ക് പ്രജനനത്തിനായി എത്തുന്ന കൊക്കുകൾ. അത് വിളിച്ചു പറയും. എല്ലാ മെയ് മാസവും എത്തുന്ന കൊക്കുകൾ അതിമനോഹരമായ കാഴ്ചയാണ്. 6 മണിയാകുമ്പോൾ പോകാൻ തുടങ്ങും, 5:30 പോകാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ സന്ധ്യ കൂടുമ്പോൾ 5:30 6 മണിയാകുമ്പോൾ 7 മണി വരെ വരും. എങ്ങനെ കാണാൻ രസമല്ലേ. നല്ല സന്ധ്യയൊക്കെ ആയാൽ വെറും നമ്മളീ മുല്ലമുട്ട് നിൽക്കൂലേ, അതുപോലെ തോന്നും. രാത്രിക്കൊക്കെ ഇങ്ങനെ വെളിച്ചം മുല്ലമുട്ട് ഇരിഞ്ഞിട്ട് കാണൂലേ, അതേപോലെ തോന്നും. മുട്ടയിട്ട് അടിയിരുന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട സമയം. മറ്റുള്ളവ അതിരാവിലെ ഇര തേടി പോകും. സന്ധ്യയോടെ തിരിച്ചെത്തും. നമ്മളൊക്കെ ചെറുപ്പം മുതലേ വരുന്നുണ്ട്. ചെറുപ്പമായി വലുത് ഇപ്പം 10-40 കൊല്ലത്തിലാളെ ഇവിടെ തന്നെ കൂടി തുടങ്ങിയിട്ട്. മറ്റുള്ളതൊക്കെ പല സ്ഥലത്തും ഇങ്ങനെ പല തന്നെ പല സ്ഥലത്തും കൊണ്ടിട്ട് ഇപ്പോൾ അമ്പറ്റി ഇവിടെ തന്നെ 40-40 വർഷമായി. ഇവിടെ വരും 2 മുട്ടയിട്ട് കുട്ടികളെയും കൊണ്ട് പിന്നെ പോലെ പോകും. പിന്നെ ഇതിന് ഭയങ്കര ശല്യം ചെയ്യുന്നുണ്ട് ആൾക്കാർ വന്നിട്ട്. ഈറ്റകളെ വന്ന് പിടിക്കാനും ഇറച്ചിന്നാൻ വേണ്ടിയിട്ടൊക്കെ വരുന്നുണ്ട് ഇവർ. അതിമനോഹരമായ കബനി നദിയിലെ ഈ ദ്വീപ് തേടി അരിവാൾ കൊക്കും പാതിരാക്കൊക്കും നീർക്കൊക്കുകളും കടലും മലയും പുഴകളും താണ്ടി എത്തും. ഒട്ടനവധി സഞ്ചാരികളും ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. സംരക്ഷണം കൂടിയായാൽ ജൈവ വൈവിധ്യത്തിലെ ഈ വേറിട്ട കാഴ്ചയ്ക്ക് മുതൽക്കൂട്ടാവുമെന്ന് ഷാജഹാൻ പറയുന്നു. പ്രകൃതി സ്നേഹികൾക്ക് അത്യന്തം സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ഇത് കാണാൻ വേണ്ടി പക്ഷി നിരീക്ഷകരും പിന്നെ സന്ദർശകരും ധാരാളം വരുന്നുണ്ട്. അവർക്കെല്ലാം നല്ല സന്തോഷമായിട്ട് കണ്ടിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇത് പിന്നെ കുറച്ച് പ്രകൃതിദത്തമായി തന്നെ ഇത് സംരക്ഷിക്കാനുള്ള നടപടി അധികൃതർ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രകൃതി സ്നേഹികൾക്കും പക്ഷി സ്നേഹികൾക്കും ഏറെ ആസ്വാദ്യകരമാണ് ചെങ്ങാടക്കടവിലെ ഈ കൊറ്റില്ലം. ചെങ്ങാടക്കടവിൽ നിന്നും ക്യാമറാമാൻ KP അനീഷിനൊപ്പം PV ജോഷില.